ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം സുരക്ഷാ മാനദണ്ഡങ്ങളോ മതിയായ അംഗീകാരമോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഹോസ്റ്റലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹോസ്റ്റൽ ഓണേഴ്സ് അസോസിയേഷൻ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ച വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മേഖലയിൽ 3 ഹോസ്റ്റലുകൾ മാത്രമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി, സാനിറ്ററി സർട്ടിഫിക്കറ്റുകൾ, ഹെൽത്ത് കാർഡ്, കുടിവെള്ള പരിശോധനാ റിപ്പോർട്ട്, കമേഴ്സ്യൽ നികുതി അടച്ച രേഖകൾ എന്നിവ സഹിതം നിയമവിധേയമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ മണ്ണമ്പറ്റ കേന്ദ്രീകരിച്ച് 35-ലധികം സ്ഥാപനങ്ങളാണ് യാതൊരു മാനദണ്ഡവുമില്ലാതെ പ്രവർത്തിക്കുന്നത്. അംഗീകൃത ഹോസ്റ്റലുകളുടെ അതേ വാടക ഈടാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ പഞ്ചായത്തിന് ലഭിക്കേണ്ട വലിയൊരു തുക നികുതിയാണ് വെട്ടിക്കുന്നത്. ഇവിടങ്ങളിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കാനും ഇവരെ നികുതി പരിധിയിൽ കൊണ്ടുവരാനും നടപടി വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് മണാളത്തൊടി രാധാകൃഷ്ണൻ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മതിയായ രീതിയിൽ അവിടെ വരുന്ന കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഗവൺമെന്റ് ഹോസ്റ്റലിന് പോരാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കുട്ടികൾ, ഏകദേശം 80% കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്റ്റൽസിനാണ്, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും. ഞങ്ങൾ കഴിഞ്ഞ 10-30 വർഷമായിട്ട് തന്നെ പ്രൈവറ്റ് ഹോസ്റ്റലുകൾ സജീവമായിട്ട് തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നടത്തി വരുന്നുണ്ട് കാലാകാലങ്ങളായിട്ട്. പക്ഷെ ഈ അടുത്ത കാലങ്ങളായിട്ട് കുട്ടികളെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾ പുതിയ വീടുകൾ പണിയുന്നു. ആ പുതിയ വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ വീട് ഇവരെന്ത് ചെയ്യും, ഈ കുട്ടികളെ 8, 10, 15 കുട്ടികൾക്ക് റെന്റിന് കൊടുക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഹൗസ് ഓണർമാർ താഴെ നിൽക്കും, മേലെ കുട്ടികൾ കൊടുക്കും. ഈ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് എന്താ വെച്ചാൽ ഇത് കൂല് പോലെ പെരുകി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നം വരുന്നുണ്ട്. ഒന്ന്, ഈ ഇങ്ങനെ താമസിക്കുന്ന കുട്ടികൾ യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല. അവര് നേരം കാലില്ല, രാത്രി 10 മണിക്കും 11 മണിക്കും 12 മണിക്കും അവര് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ റോഡിലൂടെ അലഞ്ഞിരുന്ന് നടക്കും. ഇത് ആ ഭാഗത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക മറ്റുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പൊതുജനങ്ങൾ തന്നെ പല പ്രാവശ്യം സ്റ്റേഷനിൽ പരാതിപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് പോലീസ് പല പ്രാവശ്യമായിട്ട് റോന്ത് വരലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങള് കുറച്ച് ഹോസ്റ്റലുകൾ മാത്രം നിയമപരമായി തന്നെ സർക്കാരിന് കൊടുക്കേണ്ട നികുതിയും അതേമാതിരി തന്നെ കമേഴ്സ്യൽ ടാക്സ്, അതേമാതിരി വൈദ്യുതി ബില്ല് ആയിക്കോട്ടെ, അതും കമേഴ്സ്യൽ 7A പരിധിയിലുള്ള വൈദ്യുതി ബില്ല്, വാട്ടർ ബില്ല്, ഇതെല്ലാം ഞങ്ങൾ മാന്യമായ രീതിയിൽ, അതേമാതിരി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ, പിന്നെ സാനിറ്ററി സർട്ടിഫിക്കറ്റ്, ദെൻ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഹെൽത്ത് കാർഡ്, പിന്നെ വെള്ളം, നമ്മൾ ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിച്ചിട്ടുള്ള ലാബ് റിപ്പോർട്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം ലൈസൻസ് കിട്ടും, പഞ്ചായത്ത് ലൈസൻസ്. ഇത്രയും കാര്യങ്ങൾ രേഖാമൂലം തന്നെ നിയമപരമായി നടത്തുന്ന ഹോസ്റ്റലിന്റെ ഉടമകളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അനധികൃതമായിട്ടുള്ള 10, 35, 40ഓളം സ്ഥാപനങ്ങളിൽ കുട്ടികളെ കയറി താമസിക്കുന്നു. ഇവർക്ക് വേണ്ട മതിയായ രേഖകളൊന്നുമില്ല. എന്നാലോ ഇവർ വാങ്ങുന്ന പൈസ ഈ നിയമപരമായി നടക്കുന്ന ഹോസ്റ്റലുകാർ അതേ പേയ്മെന്റ് വാങ്ങും. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ള കാര്യം, ഒന്ന്, പഞ്ചായത്തിന് കിട്ടേണ്ട പൈസയുള്ളത് ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളെ അനധികൃതമായ ഈ സ്ഥാപനങ്ങളെ കണ്ടെത്തി ഇതിനെ കമേഴ്സ്യൽ ടാക്സിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് വീടുള്ളത് അവര് വീട് ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, പക്ഷെ കുട്ടികളുടെ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ കമേഴ്സ്യൽ ടാക്സിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് അവരിരുന്ന് പഞ്ചായത്ത് നികുതി ഈടാക്കുക. ഒരാവശ്യം ഞങ്ങള്. 2, ഇവർക്ക് മതിയായ രേഖകൾ നടത്തി കൊണ്ടുപോകുന്നതിന് ഈ സ്ഥാപനത്തിൽ കുട്ടികൾ നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സംവിധാനം ഉണ്ട് അതിനൊക്കെ നിയമപരമായി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ PG ആണെന്നുണ്ടെങ്കിൽ അതിനിത്ര എണ്ണം കുട്ടികളെ നിർത്താൻ പാടുന്നുണ്ട്. 10-ൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു വാർഡനോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ കാണുന്നുണ്ട്. അതേമാതിരി അവരുപയോഗിക്കുന്ന വെള്ളം, ഭക്ഷണം അവർ പുറത്തു പോകാനാണെങ്കിലും ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിച്ചിട്ട് റിപ്പോർട്ട് ഇവർക്ക് നിർബന്ധമായിട്ടുണ്ട്. പക്ഷെ ഈ സ്ഥാപനങ്ങളൊന്നുമില്ല. ഇനി മൂന്നാമത് നമ്മുടെ നാട് ആ മണ്ണമ്പറ്റ ഭാഗത്ത് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ കുട്ടികൾ ഏകദേശം 600-700ഓളം കുട്ടികൾ ഇങ്ങനെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് താമസിക്കുന്നു. ഇവർക്ക് അവിടെ ഭക്ഷണമില്ല. ഇവരെന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഈ ഹോട്ടൽ ഫുഡുകളെ ഡിപ്പെൻഡ് ചെയ്തു. ഹോട്ടൽ ഫുഡിനെ ഇവർ ആശ്രയിക്കും. ഇവർ പാർസൽ ഫുഡ് വരും. ഈ പാർസൽ ഫുഡ് കഴിച്ചതിന്റെ വേസ്റ്റ് ഇവർ റോട്ടിലേക്കോ തൊടിയിലേക്കോ വലിച്ചെറിയാം. ഇത് വലിച്ചെറിയുന്ന ഭാഗമായിട്ട് എന്താ വെച്ചാൽ പട്ടികൾ കണ്ടമാനം പെരുകാണ്. ഇപ്പൊ ഗവൺമെന്റ് കോളേജിൽ തന്നെ, എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ പ്രിൻസിപ്പാൾ തന്നെ പറഞ്ഞു എന്നെ 8 പ്രാവശ്യം കടിച്ചതാണ് സുരേഷ് ബാബു സാർ പറഞ്ഞത്. അത്രയും 2 കൊല്ലം അതേമാതിരി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി ഹോസ്റ്റലുകാരെ വിളിച്ചിട്ട് ഈ തെരുവുനായ ശല്യത്തിന് ഒരു നിയന്ത്രണം വരുത്തണം എന്ന് പറഞ്ഞ ഹോസ്റ്റലുകാർ. അപ്പൊ സത്യത്തിൽ മാന്യമായി നടത്തുന്ന ഹോസ്റ്റലുകാരോട് ഒരു വേസ്റ്റും ഇല്ല. കാരണം ഞങ്ങൾ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് പാത്രത്തിൽ കൊടുക്കുന്നു. അതേമാതിരി ഹോസ്റ്റലിലുള്ള വേസ്റ്റ് ഈ പന്നി ഫാമുകൾ വളർന്നവരെ ഡെയിലി ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടല്ല പ്രശ്നം, ഇത് കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള അനധികൃതമായി നടത്തുന്ന ഹോസ്റ്റലിലാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പട്ടി തെരുവുനായ ശല്യം കൂടുന്നു. ഇങ്ങനെയുള്ള ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം 16-ാം തീയതി, അതായത് 16/7, ജൂലൈ മാസം 16/7 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാളും PTA-യും ഇവിടെയുള്ള ഹോസ്റ്റലുകളെയൊക്കെ ഒരു മീറ്റിംഗ് വിളിക്കാണ്ടായി.
ഹോസ്റ്റൽ മീറ്റിംഗ്. ഞങ്ങൾ അതിന് മീറ്റിംഗിൽ എടുത്തൊരു തീരുമാനം, കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇപ്രാവശ്യം ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്റ്റലുകളും ഏക നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. ഇവർ നിയമപരമായിട്ട് തന്നെ പഞ്ചായത്ത് ലൈസൻസ് എടുത്തിരിക്കണം. ഇവർ മറ്റുള്ള ഹെൽത്ത് കാർഡുകൾ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ശുദ്ധീകരിച്ച റിപ്പോർട്ട് ഇവരെ കയ്യിൽ വേണം. ഭക്ഷണം കൊടുക്കുന്ന ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് FSSAI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഞങ്ങൾ ഹോസ്റ്റലുകാരോടൊന്നിപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വന്നു ഈ പറയുന്ന നമ്മളിപ്പോൾ പേരെടുത്ത് പറയുന്നതിൽ എങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ 2-3 സ്ഥാപനത്തിന് എല്ലാ രേഖകളും ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്ന പുതിയ അഡ്മിഷൻ സമയത്ത് ഇത് ഉള്ളവര് നിർബന്ധമായിട്ട് വരിക, കുട്ടികളെ കൻവാസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതെല്ലാവരും സമ്മതിച്ചാണ്. എന്നാൽ 1ാം ഘട്ട അലോട്ട്മെന്റിൽ പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടാൻ ഈ പല രേഖകളും കിട്ടാനുള്ള സമയക്കുറവ് കാരണം ഇവർക്ക് ഡിലേ ആയി. 2ാം ഘട്ട അലോട്ട്മെന്റ് വന്നു. അതിന് അദ്ദേഹം സ്ട്രിക്റ്റ് ആയി പറഞ്ഞില്ല, ശരി പഴയ മരത്തിന് എല്ലാവരും കയറിക്കോളൂ ചെയ്തു. പക്ഷെ 3ാം ഘട്ട അലോട്ട്മെന്റ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കൂടുതൽ കുട്ടികൾ വരികയാണ്, പാരന്റ്സ് വരും. നിങ്ങൾ ഈ 10, 30, 40 ഹോസ്റ്റലുകാര് ഒരു പാരന്റ് കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒന്നിച്ച് പോവാണ്. അവരൊരു വിസിറ്റിംഗ് പ്രിൻസിപ്പാളിന് പോയിട്ട് പരാതി പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടേക്ക് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. പല പാരന്റ്സിനും ഇത് വലിയൊരു നോയ്സൻസ് ആയി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നിയന്ത്രിച്ചിട്ട് ലീഗലായിട്ടുള്ള ഹോസ്റ്റലുകളെയൊക്കെ ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് മാറി ലേഡീസ് ഹോസ്റ്റലിനും പ്രൈവറ്റ് ഹോസ്റ്റലിനും സെപ്പറേറ്റ് സ്ഥലം തരാം. അപ്പൊ എന്താണ് ഈ ഹോസ്റ്റലുകാർ ആവശ്യമുള്ളത് നിങ്ങൾ സമീപിക്കും. അപ്പൊ അവർക്ക് വേണ്ടത് അവർ ഏകദേശം സെലക്ട് ചെയ്യണം. ആ ഒരു സെറ്റിൽമെന്റാണ് ഞങ്ങൾ എത്തിയത്. പക്ഷേ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി. അതും കൂടി നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുക. ഇന്നലെ രാവിലെ ഇതേമാതിരി 3ാം ഘട്ട അലോട്ട്മെന്റ് വന്നു. ലൈസൻസ് ഉള്ള ഒരു രേഖകൾ കാട്ടി പ്രിൻസിപ്പാൾ പറഞ്ഞു, അവിടുത്തെ സർജന്റിനോട് പറഞ്ഞിട്ട് പിന്നെ ലൈസൻസ് കോപ്പി കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് കാണിച്ചു കൊടുത്തു. അദ്ദേഹം എന്ത് വെച്ചാൽ അവരെ നോട്ടീസ് ബോർഡിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകാരുടെയൊക്കെ ബ്രൗഷർ ഇല്ലേ വേണ്ടിട്ട ബ്രൗഷറും വിസിറ്റിംഗ് കാർഡും ലൈസൻസിന് കോപ്പിയുള്ളവര് അവര് സർക്കാരിന്റെ നോട്ടീസ് ബോർഡിൽ തന്നെ അവർ പിൻ ചെയ്ത് വെച്ചു. എന്നിട്ട് നിങ്ങൾ 3 ആൾ ടാഗ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞങ്ങൾ അംഗീകൃത ഹോസ്റ്റലായിട്ട് ടാഗ് ഉണ്ടാക്കി ഞങ്ങളുടെ ഉള്ളിൽ കയറിക്കണം പറഞ്ഞു. അതിനിടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്വന്തം സഹോദരിയുടെ സ്ഥാപനത്തിനായി കോൺഗ്രസ് വാർഡ് മെമ്പറും രാഷ്ട്രീയ നേതാവും ചേർന്ന് കോളേജ് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയ സംഭവം ഖേദകരമാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ജനപ്രതിനിധിയുടെ നിലപാടിനെ ശക്തമായി എതിർക്കുമെന്നും പ്രസിഡന്റ് മണാളത്തൊടി രാധാകൃഷ്ണൻ, അസോസിയേഷൻ സെക്രട്ടറി ടി രാജാമണി, വൈസ് പ്രസിഡന്റ് വാസുദേവൻ എടത്തൊടി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അതുവരെ ഞങ്ങൾക്ക് എല്ലാ രേഖയുണ്ടെന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റൽ ഉടമ, നമ്മളിവിടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ സ്ത്രീ ഇവരൊന്ന് നേരിട്ട് ചോദിച്ചു ഇവർക്ക് ഒന്നുമില്ല, പക്ഷെ വെറുതെ എല്ലാം ഉണ്ടെന്ന് പറയാം. ഇവരൊരു ഹോട്ടലും കൂടി നടത്തുകയാണ്. അപ്പൊ ഇത് ഇവർക്ക് ഭയങ്കര ഇതായി. കാരണം ഈ 3 ഹോസ്റ്റലുകാരെ മാത്രം ഉള്ളിൽ കയറ്റി ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്, ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ഒരു ജനപ്രതിനിധി, അതായത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തില് 2ാം വാർഡിന്റെ പ്രതിനിധിയാ തോന്നുന്നു, മണികണ്ഠൻ, ഇദ്ദേഹത്തിന് പെങ്ങളുടെ സ്ഥാപനമാണ് അവിടെ നടക്കുന്നത്. ഇയാള് പെങ്ങളുടെ സ്ഥാപനത്തിൽ ഇത് എങ്ങനെ കണ്ടെന്ന് പറഞ്ഞാൽ കേട്ടപാടെ കേൾക്കാതെ പോകാതെ ഇയാളുടെ ഒരു കോൺഗ്രസ് നേതാവിനെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് പ്രിൻസിപ്പാളിന് ഇന്നലെ അഡ്മിഷൻ തിരക്കിന്റെ ഇടയിലാണ് ഇയാൾ നേരെ പ്രിൻസിപ്പാളിന്റെ റൂമിൽ കയറിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ 3 ഹോസ്റ്റലുകാരെ മാത്രം നിങ്ങൾ ഇതാക്കി നിങ്ങൾ പൈസ വാങ്ങിയിട്ടാണ് അവർക്ക് ഈ സൗകര്യം ചെയ്തു കൊടുത്ത് പറഞ്ഞ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നടന്നത്. അത് അദ്ദേഹത്തിന് ഭയങ്കര മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരവുള്ളൂ, ഒരു ജനപ്രതിനിധി ജനങ്ങളെ സേവിക്കാനും പഞ്ചായത്തിനെ സേവിക്കാനും ഇതാവുന്നത്. ഈ പഞ്ചായത്തിന് ഈ 10-40 ഹോസ്റ്റലുകൾ അവർ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ അത്രയും വരുമാനം പഞ്ചായത്തിന് കിട്ടുക. അതുമായിട്ട് ബന്ധപ്പെട്ട രേഖ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ 5 രേഖ ഉണ്ടാക്കാൻ ഏകദേശം 5000-6000 രൂപ ചെലവ്. ഇതൊക്കെ സർക്കാരിന് അടയ്ക്കേണ്ട ഫീസാണ്, ഇതൊക്കെ ഗവൺമെന്റിലേക്ക് വരിക. അപ്പൊ ഇങ്ങനെ ഈ ഒരു ജനപ്രതിനിധി തന്നെ പോലെ ഇത് എന്റെ കാര്യമാസോ എന്താ എന്ന് അറിയാതെ കൊണ്ട് സ്വന്തം പെങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഈ നിയമവിരുദ്ധമായിട്ട് കോളേജിൽ കടന്നു കയറി പ്രിൻസിപ്പാളിന്റെ റൂമിൽ കയറിയിട്ട് അദ്ദേഹത്തിന് താക്കീത് ചെയ്യുക. ഇനി എന്താ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ മന്ത്രിയെ കാണണോ, MLA കാണണോ, MP കൊണ്ട് വിളിപ്പിക്കണം എന്നൊരു ഭീഷണി സ്വരൊക്കെ മുഴക്കിക്കൊണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്ന് തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇത് പഞ്ചായത്ത് വളരെ ഇപ്പോഴുള്ള ചാർജുള്ള നാരായണ സാറോട് ഞങ്ങൾ സംസാരിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവർ സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട്, പലർക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇതൊക്കെ എടുക്കണം പറഞ്ഞിട്ട്. അപ്പൊ പഞ്ചായത്തും നമുക്ക് അനുകൂലമായി ഇത് ശരിയാണ്, ഇത് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ ശരിയാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗത്തുനിന്ന് കോളേജിന്റെ ഭാഗത്തുനിന്ന് പ്രിൻസിപ്പാളും നല്ല രീതിയിലുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിന് വിഘ്നം നിൽക്കുന്നത് ചില സ്ഥാപിത താല്പര്യക്കാര്. അവര് ഇത്തരത്തിലുള്ള നിയമപരമായി നടക്കുന്ന ഈ ഒരു സംവിധാനത്തിനെ തകിടം മറിക്കാനും ഈ എന്താ പറയുക നിയമവിരുദ്ധമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്യണം. അതിന് ഞങ്ങൾ ഹോസ്റ്റൽ ഓണേഴ്സ് അസോസിയേഷൻ നിശ്ചിതമായി തന്നെ നമ്മളിവിടെ കണ്ടിക്കുകയാണ്. കുട്ടികൾ ഒരു 3 മാസം 2 മാസം ആകുമ്പോൾ കുട്ടികൾക്ക് പുതിയ ഫ്രണ്ട്സും അവിടുന്ന് അച്ഛൻ്റെയും അമ്മയുടെയും
കസ്റ്റഡിയിൽ നിന്ന് തുറസായ ഒരു സ്ഥലത്തേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് തെറ്റായ രീതിയിലേക്ക് മാറാൻ പറ്റിയ ഒരു സമയമാണ് 18-19 വയസ്സ്. അപ്പോൾ ഈ കൺട്രോള് ഉള്ള ഹോസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഭാവിക്ക് നല്ലൊരു കാര്യമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവരും നമ്മളോട് അപ്പോഴൊക്കെ പറയുക ഒരു റൂമിൽ 4 പേരെ പാടൂ, 2 പേരെ പാടൂ, 3 പേരെ പാടൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പാരൻസ് ചേർത്ത് പോവുക. പക്ഷേ 2 മാസം കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും നന്നായി കൺട്രോൾ ചെയ്യണ ഹോസ്റ്റലുകളാണ് അതിൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലം കോട്ടയം ഭാഗത്തുള്ളവർക്കും ദിവസവും ഈ കുട്ടികളെ ഇവിടെ നോക്കാൻ അവർക്ക് പറ്റില്ല രക്ഷിതാക്കൾക്ക്. അപ്പോൾ അവർ പറഞ്ഞതാണ് രക്ഷിതാക്കൾ വിശ്വസിക്കാൻ പറ്റൂ, അവിടെ ഭക്ഷണം ശരിയല്ല, അവിടെ അതാണെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടി ചേർന്ന് ഈ അവിടെ ഒഴിഞ്ഞ വീടുകൾ, ഉപയോഗശൂന്യമായ വീടുകൾ, അറ്റ്ലീസ്റ്റ് പ്ലാസ്റ്റിക് കവർ മുകളിലിട്ട് പൊതിഞ്ഞ വീടുകളൊക്കെ അഭയം തേടുകയാണ്. അതിനവരൊരു ഓമനപ്പേരും ഇടും, സെമിത്തേരി അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞ് ഓമനപ്പേര് ഇട്ടിട്ട് അതിലാണ്. അപ്പം നമ്മൾ ഒരു റൂമിൽ 4 പേരെ പാടുമെന്ന് പറഞ്ഞാൽ അവരൊരു റൂമിൽ 10 കുട്ടികളും 12 കുട്ടികളും വരയ്ക്കും. പിന്നെ അവരുടെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടം അവിടെ എന്തൊക്കെ അനാചാരങ്ങളാണ് നടക്കണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അവർ ഓൺലൈനായിട്ട് അവർക്ക് വാടക കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു തെറ്റായ മാർഗം ആവുമ്പോൾ ഭാവി തലമുറയുടെ അതും കൂടി അതൊരു ബുദ്ധിമുട്ടാണ്. കുറെ വീടുകൾ കെട്ടിയുണ്ടാക്കി വീടിന്റെ ഡൊമസ്റ്റിക് പർപ്പസിൽ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് അതിനെ പല തരത്തിലും കൈകാര്യം ചെയ്യാം. നമ്മൾ ഈ കൊമേഴ്സ്യൽ ടാക്സ് അടച്ച് ഭീമമായ സംഖ്യയാണ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഹോസ്റ്റലിൽ വരുന്നത്. അത്രയും ഏരിയ ഉള്ള വീടുകൾക്ക് ഒരു 1200-1300 രൂപയിൽ മാത്രമാണ് അവർക്ക് ഒരു വർഷം ടാക്സ് അടയ്ക്കേണ്ടത്. ആ സ്ഥാനത്ത് ഞങ്ങളൊക്കെ 14,000-16,000 രൂപ അടച്ചിട്ടാണ് ഒരു വർഷത്തെ ഒരേ പ്ലിന്ത് ഏരിയ ഉള്ള ബിൽഡിങ്ങിന് അടച്ചുകൊണ്ട് നമ്മൾ ഈ സ്ഥാപനം മുന്നോട്ട് പോണത്. അതുപോലെ തന്നെ അവിടെ നിർദ്ദേശിച്ച ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ട രേഖകൾ മുഴുവൻ സജ്ജീകരിച്ച് അതും നമ്മൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നൊരു നിലപാടെടുത്തുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ അവിടെ ഇത് ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തെ. ഒരു ജനപ്രതിനിധി തെറ്റായ രീതിയിൽ പോകുമ്പോൾ ഇത് ശരിയായ വഴി ഇതല്ല, നിങ്ങൾ നല്ല രീതി സ്വീകരിക്കൂ എന്ന് നിർദ്ദേശിക്കുന്നതിന് പകരം ഞങ്ങൾ മുകളിലേക്ക് വിളിക്കുക, താഴ്ത്തിക്ക് വിളിക്കുക, നിങ്ങൾ നിന്നോളൂ, നിങ്ങൾ എന്താ ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ അവിടെ സംസാരിച്ചിട്ട് ആണ് ഒരു സീൻ അവിടെ സൃഷ്ടിച്ചത്. അതിന് ഇവിടുത്തെ പ്രമുഖ ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീശ്വരം പഞ്ചായത്തിലെ 2ാം വാർഡിലെ ഒരു മെമ്പറാണ് അത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. ഇതിനെ ഒരു വഴിക്ക് പഞ്ചായത്തിന് ഒരു വരുമാനം ആയിക്കോട്ടെ, KICBക്ക് ഒരു വരുമാനം ആയിക്കോട്ടെ, വാട്ടർ അതോറിറ്റിക്ക് ഒരു വരുമാനം ആയിക്കോട്ടെ, ഒക്കെ കൊമേഴ്സ്യൽ പർപ്പസിലേക്ക് ഇതിനൊക്കെ കൊണ്ടുവരിക. പ്രവർത്തിക്കണമെന്ന് പറയാൻ നമുക്ക് ആർക്കും അധികാരമില്ല. പക്ഷെ അത് നിയമാനുസൃതമായിരിക്കണം. പഞ്ചായത്തിലേക്ക് കിട്ടുന്ന വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്തത് അതേമാതിരി തന്നെ ആയിരിക്കണം. എന്നാൽ അവിടെ ഈ ഒരു സംവിധാനത്തിന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നൊരു വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ